വേണ്ടിയിട്ട്. ബോബി മാം ബോബി മാമിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. നീതി മാമോ? മാം ഞാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല, ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ ഇടാം. ഓ, പ്രിന്റ് എടുത്തായിരുന്നു മാം? ഇല്ല ഇല്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിലേ വന്നിട്ടില്ല ഇതുവരെ. നെക്സ്റ്റ് വീക്കേ പോകുള്ളൂ മിക്കവാറും. സോ അത് കഴിഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ. ആ ഓക്കെ മാം. നമ്മളെല്ലാവരും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ സന്തോഷമായിരിക്കും. അത്രേ ഉള്ളൂ. അതെ അതെ, ചെയ്തു വരുമ്പോൾ നല്ലൊരു പിക്ചറാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓർണമെൻറ്റ്സിൻ്റെ ബാക്കി നമുക്ക് പിന്നീട് കംപ്ലീറ്റ് ചെയ്യാം. ഓർണമെൻറ്റ്സ് ഞാൻ ചെയ്യണം. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ഫിഗർ വൈറ്റും ഒരു ഫിഗർ യെല്ലോയാണ് കേട്ടോ നമ്മളിപ്പോൾ കളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫിഗറിന് വൈറ്റുള്ള ഫിഗറിൻ്റെ ഡ്രസ്സുകൾ ബ്ലൗസിന് ഗ്രീനും സാരിക്ക് ഓറഞ്ചുമാണ് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് നമ്മൾ സ്കിൻ ടോൺ പോലെ വരുന്നതാണ്, യെല്ലോയിഷ് കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ ആ ഒരു കോമ്പിനേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് സാരിയുടെയൊക്കെ ഒന്ന് കളർ വാഷ് ചെയ്യണം. നമുക്ക് എപ്പോഴും നമ്മൾ ഈ ക്യാൻവാസുകളിൽ അല്ലെങ്കിൽ മ്യൂറൽ ചെയ്യുമ്പം നമുക്ക് ഡാർക്ക്നെസ്, നമ്മളിപ്പോൾ യെല്ലോ ആയാലും റെഡ് ആയാലും നമ്മൾ ഡാർക്ക്നെസ് കൊടുക്കുമ്പോൾ ഒറ്റ സ്ട്രക്ചറിൽ കൊടുക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കാണുമ്പം നല്ല ഭംഗിയായിരിക്കും. ഒത്തിരി ഹൈ ഡാർക്കിലോട്ട് പോകത്തുമില്ല കേട്ടോ, ഒരു മിഡിൽ ഡാർക്കിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കളർ ചെയ്ത് ഉണങ്ങിയിട്ട് അടുത്ത കളർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഷെയ്ഡും ഭംഗിയൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. മിന്നൂട്ടി ഡോറ് പുറത്താക്കി, ഡോർ ക്ലോസ് ചെയ്ത്. അപ്പം നമ്മൾ ഗ്രീൻ നമുക്ക് പിന്നീട് എടുക്കാം. നമ്മൾ ഏറ്റവും നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കൊരു കളറിൻ്റെ പുറത്ത് ഓവർലാപ്പ് ചെയ്യാൻ പറ്റാത്ത കളേഴ്സുകളാണ്. നമ്മളിപ്പോൾ റെഡ് ഇട്ടതിൻ്റെ പുറത്ത് നമുക്കിനി യെല്ലോ ആക്കണമെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ബേസ് വൈറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ കളർ നമ്മൾ സെക്കൻഡറിയായി യൂസ് ചെയ്യുള്ളൂ. ഗ്രീനിൻ്റെ പുറത്ത് നമുക്ക് യെല്ലോ കൊടുക്കണമെങ്കിലും വൈറ്റ് ഇട്ടാലേ ചെയ്യാൻ പറ്റും. അല്ലാതെ ഗ്രീനിൻ്റെ പുറത്ത് യെല്ലോ കൊടുത്താൽ ഒരിക്കലും അത് ലൈറ്റ് ഗ്രീനായി മാറുന്നതല്ലാതെ യെല്ലോ ആയിട്ട് മാറത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ് വരുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും വൈറ്റ് യൂസ് ചെയ്യാതെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം യെല്ലോയുടെ ഷെയ്ഡ്സുകളാണ് യെല്ലോ ഓക്കർ, ഓറഞ്ച്, ഇതൊക്കെ യെല്ലോയുടെ ഷെയ്ഡ്സുകളാണ്. ഒരു ലൈറ്റ് ഗ്രീൻ, ഇങ്ങനെയുള്ള കളേഴ്സൊക്കെ. അപ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ ചുവർ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ്സിന് പ്രിഫറൻസ് കൊടുക്കുക കേട്ടോ. സാധാരണ യെല്ലോ ചെയ്ത് റെഡിൻ്റെ ഫുൾ ഷെയ്ഡിങ് കഴിഞ്ഞിട്ട് അടുത്ത് ഗ്രീനിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതിലപ്പോൾ നമ്മൾ ഗ്രീനും ബ്ലൂവും നമുക്ക് സെക്കൻഡറി, ബാക്കി യെല്ലോ, റെഡ്, ഓറഞ്ച്, ബ്രൗൺ, ഇങ്ങനെയുള്ള കോമ്പിനേഷൻ മാക്സിമം ഈ പിക്ചറിൽ കൊടുത്തിട്ട് ഗ്രീനിൻ്റെ കോമ്പിനേഷനിലോട്ട് പോകാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് സാരി ഓറഞ്ച് കളറായിട്ട് വരുന്നത്. ഓറഞ്ച് കളർ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഡ്രോപ്പ് ലെമണല്ലോ കേട്ടോ. 3 ഡ്രോപ്പ് ലെമണല്ലയോ ക്രോമല്ലോ ആയാലും കുഴപ്പമില്ല. നമുക്കൊരു സ്കാർലറ്റ് റെഡാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതാണെങ്കിൽ, വെർമിലിനാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് യെല്ലോ എൻ്റെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കുറച്ച് ലെമണെല്ലാം എടുക്കുന്നു. ഓറഞ്ച് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ആ ഡയറക്റ്റ് ഉള്ളതിൽ കുറച്ചൊന്ന് യെല്ലോ കൂടെ ചേർത്ത് ലൈറ്റ് ആക്കുക. ഒരു യെല്ലോയിഷ് കളർ തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്താണ് അതിന് നല്ലൊരു ഓറഞ്ച് ആക്കണം. കൂടുതലും യെല്ലോയാണ്. ഒരു 3-4 ഡ്രോപ്പ് എടുക്കുന്നത് വളരെ കുറച്ച് കേട്ടോ. സ്കാർലറ്റ് റെഡിൻ്റെ കളർ ഞാനിപ്പോൾ എൻ്റെ ഒരു വളരെ കുറച്ച് ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഒരു ക്രോമല്ലോയുടെ ഡാർക്കാണ് ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ലൈറ്റ് ഓറഞ്ച്, ഓറഞ്ചിൽ ലെമണല്ലോ ആണോ ചേർക്കേണ്ടത്? ലെമണല്ലോ ചേർത്താൽ മതി. ലെമണല്ലോ കുറച്ചുകൂടെ ലൈറ്റാണ് കേട്ടോ. ഒരു ക്രോമല്ലോയ്ക്ക് ഒരു ഇതാണ്, നമുക്കൊരു ഓറഞ്ച് എന്ന് തോന്നത്തില്ല, എന്നാൽ യെല്ലോയുടെ ഒരു ഡാർക്ക് എന്നേ ഷെയ്ഡ് തോന്നത്തുള്ളൂ കേട്ടോ. കറക്റ്റ് അളവ് നമ്മൾ ഈ ട്യൂബ് കളറായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതിനകത്ത് ഭയങ്കര ലൈറ്റ് ഒരു ഡാർക്ക് ഓറഞ്ച് കളറല്ല, യെല്ലോ തന്നെയാണ്. എന്നാൽ യെല്ലോയിൽ കുറച്ചുകൂടെ ഒരു ഡാർക്കാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഇന്ത്യൻ യെല്ലോയിലും നമ്മൾ കുറച്ചുകൂടെ ഒരു ഓറഞ്ചും അല്ലാത്ത കളർ, നമുക്കിപ്പോൾ കളർ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കളർ കാണാമല്ലോ, ഈ ഒരു കളറാണ് നമ്മൾ എടുക്കുന്നത്, ഡിഷിലെടുക്കുന്നത് കാണാമല്ലോ കളറ്.
ഒരു യെല്ലോ ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ കറക്റ്റില്ല. ഇതിനകത്ത് നമുക്ക് ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ എങ്കിലും വേണം, ഒരു 2 ഇരട്ടി അളവിൽ കേട്ടോ. വെള്ളം ആദ്യം ചേർക്കുക. നമുക്ക് കളറിൻ്റെ കോമ്പിനേഷൻ ഒട്ടും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് കളേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാണുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നില്ലേ? പറയോ, നെറ്റ് കട്ടായി പോയിരുന്നു. ഓക്കെ ഒരു മിനിറ്റ്, ഞാനിവിടെ ആരുടെ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഓറഞ്ചാണ്. ലൈറ്റ് ഓറഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് തന്നെ എടുത്തിട്ടില്ല. ഓറഞ്ച് ഉണ്ടെങ്കിൽ വളരെ കുറച്ച് ഓറഞ്ച് ലെമണല്ലോയും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ലെമണല്ലോ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഞാൻ എൻ്റെ ഒരു സ്കാർലറ്റ് റെഡ് ആയിരുന്നു, സ്കാർലറ്റ് റെഡ് വളരെ ചെറിയ ഡ്രോപ്സ് കേട്ടോ മിക്സ് ചെയ്ത് ഒരു യെല്ലോ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡാർക്ക് കുറച്ചുകൂടെ വേണേ, കുറച്ചുകൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ നല്ലപോലെ, അതായത് ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് എന്ന ലെവലിൽ വാട്ടർ ചേർക്കണം കേട്ടോ. വാട്ടർ ചേർത്തിട്ടുള്ളൊരു കളറാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു യെല്ലോ തന്നെയാണ് തോന്നുന്നത്, പക്ഷേ ഒരു ലൈറ്റ് ഓറഞ്ചാണ് കേട്ടോ. നമ്മൾ വളരെ ലൈറ്റായിട്ട് ചെയ്യുകയാണ്. ഈ ഡ്രസ്സസിൻ്റെ കളർ ഒരു ഓറഞ്ച് സാരിയാണ്. നല്ല ഫില്ലായിരിക്കണം, എന്നാൽ ഭയങ്കര കട്ടിയായിരിക്കാനും പാടില്ല. ഞാൻ ചെയ്യുന്ന ഭാഗം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ജിനി ചേച്ചി മനസ്സിലായോ? നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ ലൈറ്റാണ്, യെല്ലോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 4 ദിവസത്തോളം നമുക്ക് കിട്ടി. ഏകദേശം എല്ലാവർക്കും കുറേ പേർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് മ്യൂറൽ റെഡിൽ ചുവർ ചിത്രങ്ങളിൽ ഓറഞ്ച് ഡയറക്റ്റായിട്ട് നിൽക്കാറില്ല. ഒരു യെല്ലോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കളറോ, സ്വർണ്ണവർണ്ണം എന്നൊക്കെ കൊടുക്കുന്നെങ്കിൽ യെല്ലോയോട് ചേർന്ന് നിൽക്കുന്ന കളറോ, അല്ലെങ്കിൽ ഒരു റെഡിഷാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്യുവർ ഓറഞ്ചിലോട്ട് പോകുന്നില്ല, എന്നാൽ കളർ കണ്ടാൽ പെട്ടെന്നൊരു മ്യൂറൽ റെഡ് എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ളൊരു കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ലേഡിക്കാണ്. രണ്ടാമത്തെ അത് നമ്മൾ വൈറ്റ് ആണ് ഫിഗർ കൊടുക്കുന്നത് കേട്ടോ.
ഇതിനകത്ത് വേറെ ഷെയ്ഡ്സുകൾ വരുന്നുണ്ട്, നമുക്കിത് തന്നെ വെച്ചും കൊടുക്കാം കേട്ടോ. വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫേസ് ഒക്കെ വൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഡോട്ട് ഇടുമോ? ഷെയ്ഡിലാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു വെള്ള കളർ ഫിഗർ ചെയ്യും, പക്ഷെ അത് നല്ലപോലെ ഷെയ്ഡിങ് ഉണ്ട്. വൈറ്റ് കളറിലൊക്കെയാണ് ഷെയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. എബി മോനെ, ഒരു സെക്കൻഡ്. വിളിച്ചേ. നമ്മൾ ഈ ചെയ്യുമ്പോൾ കളർ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഇങ്ങനെയുള്ള ഫില്ല് ചെയ്തോളണം കേട്ടോ. നമുക്ക് ചിലപ്പം നല്ല ഇൻഷാണെന്ന് തോന്നുന്നു. ഇതിലല്ല, ആ ഫോണിലാണ് വിളിച്ചത്. ഇതിലിവിടെ കുറച്ച് ഭാഗം വരും, പക്ഷെ നമുക്കൊരു കച്ചവാളിൻ്റെ ഒരു ഡിസൈൻ കാണിച്ചതിന് ശേഷം ഇവിടെ നിന്നും കുറച്ചൊന്ന് മാറ്റുമായിരുന്നു. എത്ര കോട്ട അടിച്ചിട്ടുണ്ട്? ഇത് ഒരു കോട്ടിന് രണ്ടാമത്തെ കോട്ട് ഷെയ്ഡിങ് സ്മജിങ്ങും ആണ് കേട്ടോ. അതുകൊണ്ട് ഒരു കോട്ടാണെങ്കിൽ നല്ല ഫില്ല് ചെയ്ത് നമ്മൾ അടിക്കണം, പക്ഷെ വളരെ ലൈറ്റായിട്ടാണ് കളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. തിക്കായിട്ടല്ല, കാരണം നമുക്കിതിനകത്ത് 2 കോട്ട് ഷെയ്ഡിങ് വരുന്നുണ്ട് കേട്ടോ. ഒറ്റ കോട്ടല്ല, 2 കോട്ട് ഷെയ്ഡിങ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഔട്ട്ലൈനും കൂടെ വരുമ്പോൾ ഏകദേശം ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ ബ്രഷ് 4 പ്രാവശ്യം വരെ ചടിക്കുകയാണ്. നമ്മൾ ആദ്യമേ ഡാർക്കായി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ.
നമുക്ക് ഈ ഡ്രസ്സ് ഒരു ഗ്രീനിഷിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഗ്രീനിൻ്റെ രണ്ട് ഗ്രീനാണ്. ഒന്ന് ഡാർക്ക് ഗ്രീനാണ് ബ്ലൗസ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു യൂസാണ്, സാബ് ഗ്രീനിൻ്റെ ഒരു യൂസാണ് ഈ സാരീസിൽ വരുന്നത്. പക്ഷെ നമ്മൾ ഗ്രീന് രണ്ടാമത് ഞാൻ പറഞ്ഞൊരു ഇത് നമുക്ക് ബ്രൗണ് റെഡ് ഇങ്ങനെയുള്ള കളേഴ്സ് മാക്സിമം അതിനകത്ത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പോകാം കേട്ടോ. അപ്പം ഇനി നമ്മൾ ഈ ഒരു ഇതിലാണ് ചെയ്യുന്നത്. വ്യാളിയുടെ ഫേസാണ് പൊതുവെ മ്യൂറലിൽ കാണുന്ന അല്ലെങ്കിൽ പില്ലേഴ്സിലൊക്കെ കാണുന്ന ഒരിതാണ് വ്യാളി ഫേസ്. വ്യാളി ഫേസ് ഒഴിവാക്കുന്നവർക്ക് ഈ ഒരു ആർച്ചിൻ്റെ ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാം കേട്ടോ. നടുക്കായിട്ട് ഒരു ആർച്ച് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ലവ് സിമ്പൽ പോലെ കൊടുത്ത് അതിനകത്ത് ഡിസൈൻസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തും യെല്ലോയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം വരെ ഈ രണ്ട് ഭാഗങ്ങളും വൈറ്റും ബാക്കി ഭാഗങ്ങളിൽ യെല്ലോയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നുണ്ട് വൈറ്റ് വരുന്ന ഭാഗങ്ങൾ കേട്ടോ. നമ്മൾ ഈ ഒരു ആർച്ച് കുറച്ച് ഭംഗിയായിട്ട് എടുക്കാം. ബാക്കി എല്ലായിടും നമുക്ക് വേറെ ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ആർച്ചിലോട്ട് വരുന്നത് കേട്ടോ. അത് നമുക്ക് ക്രോമല്ലോ യെല്ലോ ഓക്കറും കൂടെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ക്രോമല്ലോ മാത്രമായിട്ടും ചെയ്യുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ യെല്ലോ ഓക്കറോട് വരുന്നുണ്ട്, ഞാൻ യെല്ലോ ഓക്കർ ഒഴിവാക്കിയാണ് ക്രോമല്ലോ മാത്രമായിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്രോമല്ലോ മാത്രമായിട്ടാണ്. ക്രോമല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ യെല്ലോ, അങ്ങനെ ആ യെല്ലോ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. എവിടെ മാം ക്രോമല്ലോ മാത്രം ചെയ്യണത്? നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കളറിങ് ഇപ്പം ഞാൻ ചെയ്ത് കാണും. ഈ ഒരു കളറിങ്ങിൻ്റെ ഷെയ്ഡിങ്ങും അതും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓർണമെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വേണം ആ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. എനിക്ക് സമയം കിട്ടിയിട്ടില്ല, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഫിഗർ ഒരു വിധം ആയിക്കഴിഞ്ഞാൽ, ഫിഗറിൻ്റെ ഷെയ്ഡിങ് ഒക്കെ ഒരു വിധം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പോകുമ്പോൾ വലിയ പ്രയാസം വരത്തില്ല. പിന്നെ ബ്ലൂവും ഗ്രീനും ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ബാക്ക്ഗ്രൗണ്ടിലൂടെ കളർ ചെയ്ത് പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ ഒറ്റ കോട്ടിലൊക്കെയാണ് സാധാരണ യെല്ലോ ഫില്ലിങ് വരുന്നത്, ഓർണമെൻറ്റ്സ് പോലുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് തിക്കായിട്ട് തന്നെ കേട്ടോ. നമുക്ക് ഒരു ഡ്രോപ്പ് കളർ എടുക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കണ്ട, ഭയങ്കര ലൈറ്റ് ആക്കണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ കളറുകൾ ചേർക്കാം കേട്ടോ. കാരണം നമുക്ക് ഇവിടേക്ക് 2 കോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടുമല്ലോ. ചെറിയ ഏരിയാസാണ്, ഷെയ്ഡിങ് ആണ് 2-3 കോട്ടൊക്കെ അതിൽ വരുന്നത്. ഫില്ലിങ് ഒറ്റ കോട്ടിലെല്ലോ ചെയ്യണം കേട്ടോ. സമയമുള്ളവർക്ക് 2-3 കോട്ടായിട്ടൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഒറ്റ കോട്ടിൽ തന്നെ ഫില്ല് ചെയ്തെടുത്താൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റും. ഇത് ക്രോമെല്ലോ മാത്രമാണോ? ക്രോമെല്ലോ മാത്രം. ക്രോമെല്ലോ അല്ലെങ്കിൽ കാഡ്മിയം എല്ലോ. ഇത് കാഡ്മിയം എല്ലോ ആണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കാഡ്മിയം എല്ലോ ആണ് ഇരിക്കുന്നത്. പെർമനന്റ് എല്ലോ ആയാലും മതി. പെർമനൻറ്റ്, ഇന്ത്യൻ എല്ലോ, ക്രോമെല്ലോ, കാഡ്മിയം, പിന്നെ ഗോൾഡൻ എല്ലോ, ഇതെല്ലാം സെയിം കളേഴ്സിന് ചെറിയ വേരിയേഷൻസേ ഉള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും ഫാബ്രിക് പോലുള്ള അക്രിലിക്കിൻ്റെ കളേഴ്സുകളിലാണ് കൂടുതലും ക്രോമെല്ലോ എന്നുള്ള കളർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് പേര് പറഞ്ഞ് നമ്മൾ കൂടുതലും ക്രോമെല്ലോ എന്നാണ് പറയുന്നത്. നല്ലപോലെ കട്ട ചെയ്ത് എടുക്കണേ. ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട, കട്ടിക്ക് തന്നെയാണ് കളറിങ് ചെയ്യുന്നത്. എൻ്റെ ഇച്ചിരി കട്ടി കുറഞ്ഞു പോയി, ഒരു കോട്ടൂടെ ചെയ്യണം.
ഈ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മെയിൻലി അതിന് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ആൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫിഗറിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പല പല കളേഴ്സുകൾ കൊടുത്ത് അതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഏരിയത്തിൽ ബ്ലൂവും ഒരു പ്രത്യേകതരം ഡിസൈനുമാണ് നമ്മൾ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നത് ഷെയ്ഡ്സ് കൊടുത്തിട്ട്. ബാക്കി എല്ലായിടത്തും നമ്മൾ ഒരു യെല്ലോയുടെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെത് യെല്ലോ കട്ടി കുറഞ്ഞു പോയി. 2 കോട്ടെങ്കിലും ഇത് അടിച്ചാലേ ഫില്ലാവത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഈ മ്യാലിയുടെ മുഖം നമ്മൾ സ്കൾപ്ചറിലൊക്കെ ചെയ്യുമ്പം വേറൊരു സ്കിൻ ടോണൊന്നും കൊടുക്കാത്തതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. പല്ലിന് വൈറ്റ് അങ്ങനെയുള്ളൊരു ഷെയ്ഡ് കൊടുക്കുന്നില്ല. ഇതിൽ കൊടുക്കുന്ന ഒരു സ്വർണ്ണവർണ്ണം തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കണ്ണിൽ ഉൾപ്പെടെ സെയിം കളർ തന്നെ അടിച്ചത് കേട്ടോ. ബുധനാഴ്ച 7 തൊട്ട് 8 മണി വരെ നമ്മളൊരു ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ വീണ്ടും ഫീസ് വളരെ കുറയ്ക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ 5 പെയിൻറ്റിങ്സ് ഒന്നുകൂടെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമ്മൾ വരച്ചതെന്ന് പറഞ്ഞ് കൊടുക്കാവുന്ന A3യുടെയൊക്കെ ഓയിഷ് ഷീറ്റിലൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ രീതിയിൽ നമുക്ക് ഫ്രെയിമൊക്കെ ചെയ്താൽ നല്ല അതിമനോഹരമായ രസത്തിലുള്ള പെയിൻറ്റിങ്ങുകളാണ്. ഇപ്പം 5 എണ്ണം ചെയ്യുന്നുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലാസ് പെയിന്റ് പിന്നെ നമ്മുടെ ഈ അക്രിലിക്കിൻ്റെ ബോട്ടിൽ കളേഴ്സോ അല്ലെങ്കിൽ ട്യൂബ് കളേഴ്സോ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. നമ്മൾ അതിനകത്ത് 5 ടെക്നിക്സ് പെയിൻറ്റിങ്സാണ് ചെയ്യുന്നത്. ഒന്ന് ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ടുള്ള ടെക്നിക്സ്, പിന്നെ മിററിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അക്രിലിക്ക് വെച്ച് ഗ്ലാസ്സിൽ ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്ലാസ് പ്രൊജക്ഷനൊക്കെയാണ്. ആരും അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ചെറിയൊരു ഫീസ് നമ്മൾ 400 ഇടുന്നു. നമ്മുടെ സ്റ്റുഡൻസിന് എന്താണ് 250 പഠിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ഏതെങ്കിലും കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രം. അപ്പം ഇൻട്രസ്റ്റ് ഗ്ലാസ് കളർ മേടിക്കുക. അതിന് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഹോംവർക്കൊന്നുമില്ല. നമുക്ക് ഒറ്റ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന രീതിയാണ്, രസമാണ്. ഒരുപാട് പേര് ഗ്ലാസ് പെയിന്റിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ഡിഫറെന്റ് സ്റ്റൈലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഗ്ലാസിന് പകരം നമുക്ക് കടകളിൽ നിന്ന് OHP ഷീറ്റ് കിട്ടും. കട്ടിയുള്ള ഷീറ്റാണ്. അതിൽ ചെയ്ത് നന്നായിട്ട് ഓക്കെ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലോട്ടാക്കാം. അല്ലെങ്കിൽ അതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നു, ഫ്രെയിം ചെയ്യാതെ തന്നെ വീട്ടിൽ നമ്മുടെ പ്ലെയിൻ ഏരിയാസിൽ ടേപ്പ് ഉപയോഗിച്ചൊക്കെ ഒട്ടിക്കാൻ പറ്റും. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ഓളുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അത് 7 to 8 ആണ്. എത്ര ദിവസം ക്ലാസ്?
3 ഡേയ്സേ ഉള്ളൂ, ചിലപ്പോൾ 4 ഡേയ്സ് ആയിരിക്കും. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആണ് വെച്ചിട്ട് ചിലപ്പോൾ സാറ്റർഡേ ഇവിടെ ആകാനായിട്ട് സാധ്യത തീർന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കളറിങ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇത് ഉണങ്ങി എനിക്കിതിപ്പോൾ ഒരു കോട്ടോട് ചെയ്താലേ ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഇതിലും നമ്മൾ ഒരുപാട് ഡിസൈൻസുകൾ താഴെ കേട്ടോ, ഒരുപാട് ഡിസൈൻസുകൾ. ക്യാമറ കിട്ടുന്നുണ്ടോ? വേറെ എന്തൊക്കെയാണ് കാണിക്കുന്നത്? മാം കുറച്ച് ക്ലാരിറ്റി കമ്മിയുള്ള പോലെ ഉണ്ട് മാം. എന്റെ നെറ്റിന്റെ ഇഷ്യൂ ഒന്നും അറിയില്ല കേട്ടോ. നെറ്റിന്റെ എല്ലാവർക്കും അങ്ങനെയാണോ? ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? കുറവാണ്, കാരണം ഈ വീഡിയോ നോക്കിയിട്ടും ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് മാം. വോയിസ് നോട്ട് ഇടേണ്ടി വരും. ക്യാമറ ഒന്ന് തുടച്ചു നോക്കുവോ? ചിലപ്പോ അതുകൊണ്ടാണോന്ന് അറിയില്ല. കഴിഞ്ഞ വീഡിയോസ് ഇട്ടതും അത്ര ക്ലിയർ അല്ലായിരുന്നു. അത് നോക്കി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഒരു സെക്കൻഡേ. പോയല്ലോ, നമ്മുടെ ക്യാമറ പോയില്ലേ? പോയി മാം. ഒരു മിനിറ്റ്, അത് ഞാൻ തൊട്ടില്ല, പക്ഷെ എങ്ങനെയോ ഇതൊക്കെ മാറിപ്പറക്കും. മിന്നൂട്ടി, ക്ലാരിറ്റി ഭയങ്കര കുറവല്ലേ? ഭയങ്കര ബ്ലർഡ് ആയിട്ടാ മാം കാണുന്നത്. എൻ്റെ ഇടയ്ക്ക് വേറെന്തോ കയറി. ഇപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയോ? മാം ഏകദേശം അതുപോലെ തന്നെയാണ്. ആണല്ലേ, നെറ്റിൻ്റെ ഇഷ്യൂസാണ്. അത് മറ്റ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. വോയിസ് നോട്ടൂടെ ഇടാവേ. മറ്റേ ഫോൺ ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഉള്ള ഫോണിൽ ക്ലാസ് എടുക്കുമ്പോൾ റെക്കോർഡ് കിട്ടുന്നില്ല. റെക്കോർഡ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അത് വേറെ ഒന്നിലും സെറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. നോക്കാവേ, ഞാനൊന്ന് നോക്കട്ടെ, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം അതെന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഭാഗത്തും ഇതേ യെല്ലോ ഫില്ല് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഫില്ല് ചെയ്യാണ് നമ്മൾ ക്രോമെല്ലോ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്ന കുറച്ചൊക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ വേറെ കളേഴ്സോടെ യൂസ് ചെയ്തുകൊണ്ട്, അല്ല വേറെ ഡിസൈൻസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിലും നമുക്ക് ആ ഡാൻസിങ് ഫിഗറിൻ്റെ ഇമ്പോർട്ടൻസ് വേറെ ഒന്നും കൊണ്ട് പോകണ്ട എന്ന് വെച്ചിട്ടാണ് ഒറ്റ കളറിങ്ങിൽ നമ്മളത് നടത്തുന്നത് കേട്ടോ. ഒറ്റ കളറിങ് ഷെയ്ഡിങ്സിൽ ചെയ്യുന്നത് ഒരു ഗോൾഡൻ എഫക്റ്റ് കൊടുക്കത്തക്ക രൂപത്തിൽ കേട്ടോ. നമുക്ക് ഇതിനകത്തുള്ള ഡിസൈനുകളൊക്കെ നമുക്ക് പല കളറായിട്ടൊക്കെ കൊടുക്കാമായിരുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷെയ്ഡിങ് ഒന്നും ചെയ്തിട്ടില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞ്.
മടിയായിട്ട് ചെയ്യാനായിട്ട്. നമ്മൾ പല കളറാണെങ്കിൽ ഇങ്ങനെ ഓവലൊക്കെ കൊടുക്കുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഡ്രോയിങ്സിലുള്ള മിസ്റ്റേക്സിൽ എടുത്ത് കാണിക്കും. സിംഗിൾ കളേഴ്സ് ആണെങ്കിൽ അങ്ങനെ പ്രശ്നം വരത്തില്ല കേട്ടോ. നമ്മൾ ഇങ്ങനത്തേക്ക് വരയ്ക്കുമ്പം ഞാൻ സാധാരണ വരയ്ക്കുന്ന സമയത്ത് നല്ലപോലെ റൗണ്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് വരച്ചൊക്കെ വേണം ഡിസൈൻസ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം പിന്നെ ഇതിനകത്ത് ഒരു പെർസ്പെക്റ്റീവിന് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനൊക്കെ പല വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് സിംഗിൾ കളേഴ്സ് ആണെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും നമ്മളൊരു പിക്ചർ സെലക്ട് ചെയ്ത് ചെയ്യുകയാണ്, നമ്മൾ തന്നെ സ്വയം ഡ്രോയിങ്സ് ഇടുകയാണെങ്കിൽ ഒരുപാട് കളേഴ്സുകൾ ഡിഫറെൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിലെ ഡിസ്റ്റൻസ് എല്ലാം ആൾക്കാർ കാണുമ്പോഴേ ആ ഡ്രോയിങ്സിൻ്റെ മിസ്റ്റേക്സുകൾ പെട്ടെന്ന് ക്ലിയർ ആകും. അതേസമയം നമ്മൾ ഇങ്ങനെയുള്ള ഡ്രോയിങ്സുകൾ എടുക്കുമ്പോൾ ഒരേ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഡ്രോയിങ്സുകളൊന്നും പ്രശ്നമില്ല, ഒരു പാറ്റേൺ ആയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ പിന്നെ ഒത്തിരി പെർസ്പെക്റ്റീവ് ഒന്നും നോക്കാതെ ആ ഒരു ഡിസൈൻസ് ഇട്ടത്. ഇതിൽ ഷെയ്ഡിങ് കാണിക്കാൻ വേണ്ടി ഞാൻ സൈഡിൽ ഒരു കോട്ട് കൂടെ ഒന്ന് ചെയ്തിട്ടോട്ടെ. വേറെ പിക്ചറിന്റെ കാലമാണോ കാണുന്നത്? വേറെ പിക്ചർ അത് കഴിഞ്ഞ ദിവസം ഞാൻ മ്യൂറൽ ഡ്രോയിങ് എടുത്ത് എൻ്റെ കാലത്തെയാണ്, അടിയിൽ കിടക്കുകയാണ് എൻ്റെ ക്യാൻവാസ്. സാറ്റർഡേ കഴിഞ്ഞോ പിന്നെ ഞാൻ ഇന്നലെ ഇങ്ങനെ എടുത്ത് വെച്ച് കുറച്ച് അമ്മയുടെ ചിത്രമൊക്കെ ചെയ്തു. ഇതിന് കുറച്ചായതേ ഉള്ളൂ. അങ്ങനെ കുറേ ഇഷ്ടമുള്ളതൊക്കെ വരയ്ക്കാൻ തോന്നുന്നു, പക്ഷെ നമുക്കത് മൈൻഡ് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. തിരക്ക് പിടിച്ച് വരയ്ക്കാൻ നമുക്ക് ഇഷ്ടമുള്ള വരയ്ക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പം ഇന്ന് നമ്മൾ ചെയ്തത് ഓറഞ്ച് ഡ്രസ്സിന് കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമുക്ക് പിന്നീട് അടുത്ത ദിവസം ഷെയ്ഡ്സ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് കുറച്ചെങ്കിലും ഷെയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെക്കുന്നത്. ഈ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അവർ പിക്ചറുകൾ ഗ്രൂപ്പിൽ കൂടെ ഇട്ടാൽ ബാക്കിയുള്ളവർക്ക് എൻ്റെ റെഫറൻസ് പിക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങളുടേത് കിട്ടും. അവർക്കൂടെ ഒന്ന് ഹെൽപ്പായിരിക്കും ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക്. ഇതുപോലെ അശ്വതി മാം ചെയ്തിട്ടുണ്ട്, ഡോക്ടർ അശ്വതി മാം ചെയ്തിട്ടുണ്ട്, ബോബി മാം ചെയ്തിട്ടുണ്ട്. ജീന ചേച്ചി ചെയ്തോ? നമ്മുടെ കോഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര തിരക്കായിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. ഏറ്റവും തിരക്കായിട്ട് ജീന ചേച്ചി താലൂക്ക് ഓഫീസറാണ്, ഏറ്റവും ബിസി ആയിട്ട് ഉള്ള ആളാണ് കേട്ടോ രാത്രി. അപ്പം അങ്ങനെയുള്ളവരാണ് ഫുള്ളായിട്ട് വർക്കുകൾ ചെയ്യുന്നത്.
അശ്വതി മാം 2-3 മണി വരെയൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ അശ്വതി മാം? ഡോക്ടറാണ്. ആ മാം, ഞാൻ അധികം 3 മണി 2:30 ഉറങ്ങാറ്. രാവിലെ എന്നിട്ട് ഏർലി മോർണിംഗ് എണീക്കും അതോ? രാവിലെ ഒരു 6:30-7 മാം അപ്പൊ എണീക്കാൻ പറ്റൂ. അപ്പൊ എൻ്റെ പരിപാടി ഇത് തന്നെ കേട്ടാ. സ്കൂളിൽ തുറക്കുമ്പോ പറ്റത്തില്ല. അതെ അതെ, ഇപ്പൊ പിന്നെ കുട്ടികൾ എന്റെ വീട്ടിലാ വെക്കേഷൻ ആയിട്ട്, അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നേ. അതെ ഞാൻ രാത്രി ചിലപ്പോൾ 2-3 മണി വരെ ഇരിക്കും. രാവിലെ ഒരു 6-7 മണി എൻ്റെ മോൾക്ക് സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ 7 o'clock സ്കൂളിൽ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 10:30 വരെയൊക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എഴുന്നേക്കുന്നത് കുറച്ചുകൂടി സമയം കിടന്നു. ഓക്കെ, അപ്പോൾ യെല്ലോ നമ്മൾ ഒരുവിധം സെക്കൻഡ് കോട്ട് ഇതിൽ എനിക്ക് കുറച്ച് കട്ടി കുറഞ്ഞു. നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ കോട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ടൈം ലാഭിക്കാം കേട്ടോ. പിന്നെ നമുക്കിത് ഈ ക്രോമെല്ലോ തന്നെ ചെയ്യുന്ന ഒരു കളറാണ് ഇവിടെ ഇതിൻ്റെ കസവിന് കേട്ടോ. ഫുള്ളായിട്ടങ്ങ് ചെയ്തോളൂ, വേറൊരു കളറൂടെ വരും. മാം അത് കാഡ്മിയം അല്ലായിരുന്നോ? ഏതാ? ഞാൻ കാഡ്മിയമാണ് അടിച്ചത്. ആ കാഡ്മിയമല്ലോ കാഡ്മിയമാണ് മാം. നമ്മൾ ഓർണമെൻറ്റ്സിനൊക്കെ കൊടുത്ത സെയിം കളർ തന്നെയാണ് കേട്ടോ. ഞാൻ അപ്പോഴും കൊടുക്കാത്തത് ഷെയ്ഡിങ്ങിന് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇതിനകത്തൊരു ലൈറ്റ് ഓറഞ്ചിലോട്ടാണ് പോകുന്നത്, മറ്റേത് നമ്മൾ ഡയറക്റ്റ് മ്യൂറൽ റെഡിലോട്ടാണ് പോകുന്നത്. രണ്ടും തമ്മിൽ കളർ ഷെയ്ഡ്സിൽ വേരിയേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും കൂടെ കൺഫ്യൂഷൻ, ഏതൊക്കെ ഭാഗങ്ങളാണ് കൺഫ്യൂഷൻ ഉണ്ടാകണ്ടെന്ന് വെച്ചിട്ടാണ് 2 ടൈമിങ്ങിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, അല്ലാതെ കളേഴ്സ് രണ്ടും സെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാണുന്നില്ലല്ലോ. ഇപ്പം ഞാൻ മിക്സ് ചെയ്യുന്നതുകൊണ്ട് കളർ തീർന്നു. ഇപ്പം നമ്മളിത് ഈ ഡ്രസ്സിൻ്റെ ഇടയ്ക്കൊരു ഡ്രസ്സ് ഇങ്ങനെ വരുന്നില്ലേ, അവിടെ ഒരു പട്ട് പോലുള്ളൊരു ഏരിയ ഉണ്ട്, അവിടെയാണ് ഒന്ന് ചെയ്യുന്നത് കേട്ടോ. കാഡ്മിയം എല്ലോ ആണ്. ക്യാൻവാസ് ഒന്ന് താത്തി വെക്കാമോ? ഇപ്പോഴും ഓക്കെ ആണോ? ഇപ്പം കാണാവോ? അടുപ്പിച്ച് ഫോട്ടോ ഇടണേ. ഇട ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഭാഗം? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ജീന ചേച്ചി റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ, ചിലപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. അപ്പം ഇത്രയും ഭാഗങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഓറഞ്ച് ഒരു ഇത് ഉണങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ചെറിയ ഷെയ്ഡ്സിലോട്ട് പോകാം കേട്ടോ. ഇത് യെല്ലോ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഷെയ്ഡിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഓറഞ്ച് കളർ പറഞ്ഞുള്ളൂ. നമ്മൾ ആഡിയോ മൈക്ക് മ്യൂട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ കൂടെ കാഡ്മിയം എല്ലോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്കാർലറ്റ് റെഡിൻ്റെ കൂടെ നല്ലപോലെ കാഡ്മിയം എല്ലോ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് കളേഴ്സ്, അല്ലെങ്കിൽ ലെമണെല്ലോ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് കളറാണ്. ലെമണെല്ലോ ആയാലും കുഴപ്പമില്ല, കാഡ്മിയം ആയാലും കുഴപ്പമില്ല. മാക്സിമം ഓറഞ്ച് ലൈറ്റാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ അതേ സെയിം കളറിൽ തന്നെ കുറച്ചുകൂടെ സ്കാർലറ്റ് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് മിക്സ് ചെയ്യണം കേട്ടോ. സ്കാർലറ്റ് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കിയത്, ഒരുപാട് ഡാർക്ക് ആക്കണ്ട. ക്രോമല്ലയുടെ കൂടെ സ്കാർലറ്റ്
ചേർക്കണം അല്ലേ? നമ്മൾ നേരത്തെ ഒരു 3 ഡ്രോപ്പ് ലെമണിൻ്റെ കൂടെ 1 ഡ്രോപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ സ്കാർലറ്റാണ് നമ്മൾ ചേർക്കണമെന്ന് വെച്ചു. ഇപ്പം നമ്മൾ 2 ഡ്രോപ്പിൻ്റെ കൂടെ 1 ഡ്രോപ്പ് കേട്ടോ. ആ ഒരു അളവ് കുറച്ചുകൂടെ ഒന്ന് കൂടി, അപ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബണ്ട് ഓറഞ്ച് എന്നൊക്കെ പറയുന്നൊരു കളറ് നമുക്ക് കിട്ടും. ബണ്ട് ഓറഞ്ച് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ച് ഉണ്ടാക്കി കേട്ടോ. ഓറഞ്ച് ഉണ്ടാക്കി നമ്മളിത് ഈ ഔട്ട്ലൈനിങ്ങിൻ്റെ അടുത്താണിത് കാണാമോ ഇപ്പം ഞാൻ ചെയ്യുന്ന ഭാഗം? നമ്മൾ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടില്ലേ, ആ ഔട്ട്ലൈൻ വരച്ച ഭാഗമാണ് ഞാൻ ഈ കളറിങ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് വീതിയുള്ള ഒരു 1 ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ചെയ്ത് കേട്ടോ. ചെയ്ത ഉടനെ തന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ബ്രഷ് വെള്ളത്തിൽ മുക്കി നമ്മളിത് ഈ ഭാഗം അകത്തോട്ടൊന്ന് സ്മജ് ചെയ്തെടുക്കുന്നു, ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അറ്റത്ത് കുറച്ച് ഡാർക്കും അകത്തൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരിക്കൽ കൂടെ കാണിക്കുകയാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ഈ ഔട്ട്ലൈനിങ്ങിൽ ഞാൻ കുറച്ച് വീതിക്ക് ഓറഞ്ച് കളർ വരയ്ക്കുന്നു കേട്ടോ. ഔട്ട്ലൈൻ ചെയ്ത് വരയ്ക്കുകയാണ്. ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കി. ഇതിനകത്ത് വെള്ളമില്ല കണ്ട, പക്ഷേ ബ്രഷ് ഒന്ന് നല്ലതായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുക്കണം. അതിനെ നമ്മൾ ഈ ഒരു അകത്തോട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? 1 ബ്രഷോ 00 ബ്രഷോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് വലിയ ബ്രഷ് നിങ്ങൾ യൂസ് ചെയ്യണം. ഇതാ ഇതിന് ഒന്ന് ഔട്ട്ലൈനിങ് വരയ്ക്കണം. ഔട്ട്ലൈനിങ് ഡാർക്ക് ചെയ്തെടുക്കുകയാണ്. എടുത്തിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴും ഉടനെ ചെയ്തോളണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളറ് സ്മജ് ചെയ്ത് അല്ലെങ്കിൽ ലയിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. ഡ്രസ്സിൻ്റെ ഫോൾഡിങ്സ് ഒക്കെ നല്ല ലൈറ്റ് ചെയ്ത് വരണം നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? യെസ് മാം. നമുക്ക് ഈ നടുക്ക് ലൈറ്റ് കുറഞ്ഞു പോയെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ അങ്ങ് ഓറഞ്ച് ആയിപ്പോയി കഴിഞ്ഞാൽ ബ്രഷ് ഒരിക്കൽ കൂടെ ഒന്ന് വെള്ളത്തിൽ മുക്കി തുടച്ചിട്ട് വീണ്ടും അവിടെ ഒന്ന് ഉണങ്ങുന്നതിന് മുമ്പ് വാഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഇത് ഫില്ലായി കഴിഞ്ഞാൽ ബ്രഷ് ഒരിക്കൽ കൂടെ വെള്ളത്തിൽ മുക്കി ഈ നടുക്കത്തെ ഭാഗം ഒന്ന് ലയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ആ ഒരു ലൈറ്റും ഡാർക്കും തമ്മിൽ കൃത്യമായിട്ട് അതിനകത്ത് ഫീൽ ആവത്തുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച്, അതായത് പലയിടത്ത് പല തിക്നെസ്സൊക്കെ ആയിപ്പോവും. ഓറഞ്ച് മാത്രം ലൈറ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ച് ഡാർക്കായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു മ്യൂറൽ റെഡോട് സിമിലേറ്റ് വരുന്ന കളറാണ് നമ്മൾ ഡ്രസ്സിന് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ലൈറ്റുമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കൊരു ലൈറ്റ് ഓറഞ്ച് ഒരിക്കലും നമ്മൾ മ്യൂറലിൽ കാണാറില്ല. പുതിയ ആൾക്കാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളിത് ഇപ്പോൾ തിക്കായിട്ടൊരു ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. ഭയങ്കര തിന്നൊന്നുമല്ല. എന്നിട്ട് ഉടനെ തന്നെ ബ്രഷിൽ വെള്ളം വയ്ക്കുക. എന്നിട്ട് ബ്രഷ് അറ്റത്തിങ്ങനെ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ അറ്റത്താക്കുന്നതാണ് ഡ്രൈ ആക്കുക. അപ്പോൾ അതിൽ വെള്ളമെല്ലാം അതിനകത്തുനിന്ന് പോകും. എന്നിട്ട് വേണം നമ്മളിത് ഈ ഭാഗത്തോട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ബ്രഷിലുള്ള ചെറിയൊരു വെള്ളത്തുള്ളി മാത്രമാണ് ഇതിലോട്ട് സ്മജ് ആവുന്നത്.
കണ്ടോ? ഈ രീതിയിലാണ് നമ്മൾ എല്ലാ ഭാഗങ്ങളിലും കളറിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫില്ലാവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ലായിട്ട് കറക്റ്റായിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കയറണമെങ്കിൽ നമുക്ക് അടുത്ത കളറിലോട്ട് കിടക്കാവും. യെല്ലോയും റെഡും ഓറഞ്ചും ബ്രൗണും എന്നൊക്കെ പറയുന്നത് ഏകദേശം സെയിം കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഗ്രീനൊക്കെ തുടങ്ങുമ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കളറിങ് ഇന്നത്തെയും നാളത്തെയും ക്ലാസ്സുകൾ കൊണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കുറച്ചുകൂടെ, പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര, നമുക്ക് ആ ഒരു ക്ഷമ കാണത്തില്ല. നമ്മളിപ്പോൾ ക്ലാസ് ആകുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൂടാന്ന് പറയുന്നു, അല്ലെങ്കിൽ മാം അത് എന്ത് കളറാണെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റും. വീഡിയോസ് എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോറുമാണ് കണ്ടുകൊണ്ടിരുന്ന് ചെയ്യും. നമ്മൾ ഈ പറയുന്നത് പോലെ പലരും വീഡിയോസ് കാണാറില്ല. അപ്പോൾ ക്ലാസ്സുകൾ അതിനേക്കാളും എൻ്റെ വോയിസ് നോട്ടീസ് കുറച്ചുകൂടി ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പോൾ വോയിസ് നോട്ടൂടെ ഇടാൻ ശ്രദ്ധിക്കാം, എന്നൊന്ന് ഓർമ്മപ്പെടുത്തിയത് കേട്ടോ. വോയിസ് നോട്ട് അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് പോലെ പിന്നീട് നമുക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സമയമെടുത്തൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്നൊരു ടൈമിങ്ങിനുള്ളിലൊക്കെ തീർക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് സമയമുള്ളവർ ആ സമയം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കളറാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രസ്സ് ഗ്രീനാണ് കൊടുക്കുന്നത്, വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീനാണ്. അപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് കോട്ട് ലെമണല്ലോ വാഷ് ചെയ്യണം. ലെമണല്ലോ ഡയറക്റ്റ് വെള്ളം കൊണ്ട് ഈ സാരിയുടെ ഭാഗങ്ങൾ വാഷ് ചെയ്യണം കേട്ടോ. ലെമണല്ലോയാണ് വാഷ് ചെയ്യണം. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളേഴ്സ് ഗ്രീനാണ് കേട്ടോ. സാരിയുടെ കളർ ഗ്രീനാണ്, ഫിഗർ യെല്ലോയാണ്. ലെമണല്ലോയാണ് കേട്ടോ. അത് നമുക്ക് ഇച്ചിരി കട്ടിക്ക് തന്നെ നമുക്കത് വാഷ് ചെയ്യാം. ഒരുപാടങ്ങ് ലൈറ്റ് ആക്കണ്ട, ഒരു ലിക്വിഡ് രൂപത്തിലാവണമെന്നേ ഉള്ളൂ.
വരകൾ വിട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, അതുകൊണ്ട് അത് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. വേറെ കളർ വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ടിൽ ചെയ്യാം. ഇതിനകത്ത് റെഡ് കളർ ബ്ലൗസുമാണ്, മറ്റേതിൽ ഡാർക്ക് ഗ്രീനുമാണ്, നല്ലൊരു ബ്ലാക്കിഷ് ഗ്രീനുമാണ് ഓറഞ്ചിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത്. ഇത് നമുക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ക്രിംസൺ റെഡ് എന്നൊരു കളർ പറഞ്ഞിരുന്നു, ഇല്ലെന്ന് തോന്നുന്നല്ലേ? മെറ്റീരിയൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിംസൺ റെഡ്. പിന്നെ ആ ഫോട്ടോസ് ഇടുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാകും. യെല്ലോ ഒരു കോട്ട് ഡാർക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കോട്ട് കൂടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇതിനകത്ത് ഒരു ലൈറ്റ് ഗ്രീൻ കൊടുത്താണ്, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനാണ് നമ്മൾ സാരീസിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാരീസിൽ യൂസ് ചെയ്യുന്ന കളറ് ഇതൊക്കെയാണ്. പിന്നത്തെ ക്ലാസ്സസിൻ്റെ നോട്ട്സുകളൊന്ന് പറയാം, കൃത്യമായിട്ടൊന്ന് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഒന്ന് നോട്ട് പറയട്ടെ, പിന്നീട് വോയിസ് ഇട്ടാലും നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്പായിരിക്കും. നമ്മൾ ആദ്യം മുതൽ ചെയ്ത ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിലോ എന്തെങ്കിലും ചെയ്ത കളേഴ്സിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതിൻ്റെ കൂടെ നോട്ട് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത കളർ ചിലപ്പോൾ ഞാനും മറന്നു ഏത് കളറാണെന്ന് ചോദിച്ചു. എല്ലാ കളറും ഒരുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് കോമ്പിനേഷനാണ് അപ്പോഴും പറഞ്ഞതെന്നുള്ളത് പിന്നെ മറന്നു. അതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞാൽ ആരെങ്കിലും എനിക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഓർക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലിയർ ആണല്ലോ? വോയിസ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനൊന്ന് നോട്ട് പറയട്ടെ.
നമ്മൾ ഇന്ന് സെക്കൻഡ് ലേഡിയുടെ സാരിയാണ് ഫസ്റ്റ് കളറിങ് പറയുന്നത് കേട്ടോ. സാരിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റ് ഓറഞ്ചാണ്. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 ഡ്രോപ്പ് ലെമണല്ലോ ഓർ ക്രോമല്ലോ, ലെമണല്ലോ അല്ലെങ്കിൽ ക്രോമല്ലോ, 1 ഡ്രോപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ സ്കാർലറ്റ് റെഡ്, 3 ഡ്രോപ്പ് ലെമണല്ലോ ഓർ ക്രോമല്ലോ പ്ലസ് 1 ഡ്രോപ്പ് ഓറഞ്ച് അല്ലെങ്കിൽ സ്കാർലറ്റ് റെഡ്. അതിനകത്ത് ഒരു 6 ഡ്രോപ്പ് ഒരു 3 ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്പ് ഒരു കളർ വരുന്നുണ്ട്. അപ്പോൾ 6 ഡ്രോപ്പ് വരെ വാട്ടർ ആഡ് ചെയ്യുക കേട്ടോ. കുറച്ച് വളരെ ലൈറ്റ് 6 or 7 ഡ്രോപ്പ് വരെ വാട്ടർ ആഡ് ചെയ്യാം. നമ്മൾ 4 ഡ്രോപ്പ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി അളവിൽ വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 7 ഡ്രോപ്പ് വരെ നമുക്കതിനകത്ത് വാട്ടർ ആഡ് ചെയ്യാം. അങ്ങനെയാണത് സാരിയിൽ കളർ ഫില്ല് ചെയ്തിരിക്കുന്നത്. കളർ ഫില്ലിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഫില്ലിംഗ് ആണ് കേട്ടോ. ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആർച്ച് ക്രോമല്ലോ, ബാക്ക്ഗ്രൗണ്ട് ആർച്ചിന് ക്രോമല്ലോ 1:1 എന്ന അളവിലാണ് അതിൽ നമ്മൾ വാട്ടർ ചേർക്കുന്നത്. എത്ര കളർ എടുക്കുന്നോ അത്രയും അളവിൽ തന്നെ വാട്ടർ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിക്കായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ 2 ഡ്രോപ്പ് കളറിന് 1 ഡ്രോപ്പ് വാട്ടറൊക്കെ ഫില്ലിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. നല്ല കട്ടിക്കുള്ള ഫില്ലിങ്ങിന് കളർ എടുക്കുന്നതിന് പകുതി അളവിലെ വെള്ളം ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇത് തിക്കായിട്ടുള്ള കളറാണ്ട് 1:1 ക്രോമെല്ലോയാണ് യൂസ് ചെയ്യുന്നത്. ക്രോമെല്ലോ അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ബാക്ക്ഗ്രൗണ്ടും താഴത്തെ എന്താണ് കാലി ചവിട്ടിയിരിക്കുന്ന മാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിന് കേട്ടോ, അതിനും നമ്മൾ സെയിം തന്നെയാണ് കാഡ്മിയം യെല്ലോ 1:1 എന്ന അളവിൽ ചെയ്യുകയാണ്. ഒറ്റ കോട്ടിൽ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതാണ്. ഓക്കെ അല്ലേ എല്ലാവരും? ഇനി സാരിയുടെ സെക്കൻഡ് കോട്ട് എന്ന് പറയുന്നത് 2 ഡ്രോപ്പ് ലെമണല്ലോ അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോയ്ക്ക് 1 ഡ്രോപ്പ് സ്കാർലറ്റ് ആണ്. 2 ഡ്രോപ്പ് യെല്ലോയ്ക്ക് 1 ഡ്രോപ്പ് സ്കാർലറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഓർ ബേൺഡ് ഓറഞ്ച് എന്ന് എഴുതിയത് ബേൺഡ് ഓറഞ്ചിൻ്റെ ബേൺഡ് ഓറഞ്ച് സെയിം കളറാണ്, ബേൺഡ് ഓറഞ്ച്. 2 ഡ്രോപ്പ് ക്രോമല്ലോ അല്ലെങ്കിൽ ലെമണല്ലോ പ്ലസ് 1 ഡ്രോപ്പ് സ്കാർലറ്റ് അല്ലെങ്കിൽ ഓറഞ്ചാണ്. ആ മിക്സ് ചെയ്ത് കിട്ടുന്ന കളറാണ് നമ്മൾ ഷെയ്ഡ്സിന് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ബ്രഷ് 1 എന്ന് എഴുതുക കേട്ടോ. യൂസ് ചെയ്യുന്ന ബ്രഷ് 1 സെക്കൻഡ് സ്റ്റെപ്പിന്. അത് നമ്മൾ ഔട്ട്ലൈൻ്റെ അടുത്ത് വരച്ചതിന് ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി അകത്ത് ലൈറ്റാക്കിയാണ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ ബ്രഷിൽ വരച്ചതിന് ശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി അകത്ത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫുള്ള് ഫില്ല് ചെയ്യണോ? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം പിന്നെ എന്തുകൊണ്ട് ബ്രഷ് വെള്ളത്തിൽ മുക്കി അകത്തൊന്ന് ഫില്ല് ചെയ്യാണ്. ഫുള്ളും ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തില്ല, ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്യണം കേട്ടോ. അതാണ് ഫസ്റ്റ് ലേഡിക്ക് സാരിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ലെമൺ യെല്ലോയാണ് 1:1 എന്ന അളവിലാണ്. 1 ഡ്രോപ്പ് കളറിന് 1 ഡ്രോപ്പ് വാട്ടർ എന്നുള്ള അളവിലാണ് കേട്ടോ. ലെമൺ യെല്ലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സാരിക്ക്. നമ്മൾ ഈ സ്ത്രീകളുടെ ഓർണമെൻറ്റ്സ് എല്ലാം ക്രോമല്ലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഷെയ്ഡ് കൊടുത്ത കളർ എന്ന് പറയുന്നത് ബേൺഡ് ഓറഞ്ചാണ്. അതായത് നമ്മളിപ്പോൾ സാരിക്ക് ചെയ്ത അതേ കോമ്പിനേഷൻ കളർ തന്നെയാണ് രണ്ടാമത് ഷെയ്ഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത അതേ കളർ തന്നെയാണ് നമ്മൾ ഓർണമെൻറ്റ്സിൽ ചെയ്തത്. 2 ഡ്രോപ്പ് ക്രോമല്ലോയുടെ കൂടെ 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. 2 ഡ്രോപ്പ് 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ് മിക്സ് ചെയ്ത് ഓർണമെൻറ്റ്സിന് ഷെയ്ഡ് കൊടുക്കുന്നത്. എന്നിട്ട് വാട്ടർ നമ്മൾ ഒരു 5 or 6 ഡ്രോപ്പ് വരെ നമ്മൾ ചേർക്കും കേട്ടോ. അതിൻ്റെ ഇരട്ടി അളവിൽ വാട്ടറോട്ട് ചേർത്തുകൊണ്ടാണ് ഷെയ്ഡിങ് ചെയ്തിരിക്കുന്നത് ഓർണമെൻറ്റ്സിന്. വേറെ എവിടെയെങ്കിലും ഡൗട്ടുണ്ടോ? നമ്മൾ ചെയ്ത കളറിങ്ങിൽ എല്ലാ ഭാഗങ്ങളും ചെയ്യാൻ പറ്റത്തില്ലേ? പറഞ്ഞോളൂ. ഞാൻ ഫോട്ടോസ് ഇടാം.
വോയിസ് നോട്ടൂടെ ഒന്ന് ഇടാൻ ശ്രമിക്കാം. എന്നാലും നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. വോയിസ് നോട്ട് ഇടാൻ കഴിയുന്നതും ഇത് കുറേശ്ശെ കാര്യങ്ങളെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഹോംവർക്ക്സ് ഒന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിൽ കൂടെ ചെയ്താൽ ഒരുവിധം തീർക്കാൻ പറ്റും. എന്നാലും ഇനി ബാക്ക്ഗ്രൗണ്ടൊക്കെ വരുമ്പോൾ ചെറിയൊരു ഹോംവർക്ക് തരേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഭാഗമൊക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടി വരും. ഫിഗർ നമ്മൾ കഴിയുന്നത് ക്ലാസ് ടൈമിങ്ങിൽ ഇരുന്ന് തന്നെയാണ് തീർക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്താണ് ഫിഗർ തീർക്കുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല, അത് പിന്നീടാണ് ചെയ്യണമെങ്കിൽ ഓക്കെ, അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരുപാട് കളേഴ്സുകൾ അപ്ലൈ ചെയ്യുന്നില്ല. അതേസമയം ഫിഗറെങ്കിലും നിങ്ങൾ ഓൾറെഡി എന്നോടൊപ്പം ചെയ്തു പോയാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 2 ഫിഗറെങ്കിലും കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ മാം.